ഹലോ, എല്ലാവർക്കും വിശേഷം. സോനു വിശ്വസിക്കുന്നു. അപ്പം ഇത് നമ്മുടെ ഹിന്ദു സമാജത്തിൽ നടന്ന വിഷു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പം ഇത് 13-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ എന്നത്തെയും പോലെ സൗത്ത് ബോൺ വില്ലേജ് ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. സാധാരണ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ കറക്റ്റ് സമയത്തിനോട് ചെല്ലുന്നതായിരുന്നു. പക്ഷേ ഇന്ന് 11:30-12 മണിയാകാറായി. 10:30-ക്കാണ് പരിപാടി തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പൂക്കളുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. റോഡുകളിൽ നല്ല കാലാവസ്ഥയുമായിരുന്നു. അങ്ങനെ നമ്മൾ ഹോളെത്തി. അപ്പോൾ പരിപാടിയോടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ കണി കാണുന്ന ആ ഭാഗം മിസ്സ് ചെയ്തു. അത് ഭയങ്കര നഷ്ടമായി തോന്നി ആക്ച്വലി. അപ്പം തക്കടൂന് കൈനീട്ടം കിട്ടി. നമ്മുടെ സമാജത്തിലുള്ള ഒരു ഫാമിലിയുടെ അച്ഛനും അമ്മയാണ്. വിഷു കൈനീട്ടം എന്ന് നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച നിറഞ്ഞൊരു കൈയടിയോടെ തന്നെ ഇവരെ സ്വാഗതം ചെയ്യാം. Before today's program starts, we'd like to share a few words about Vishu. Vishu is a festival celebrated in India that's very joyful and important. Vishu marks the beginning of the Malayali New Year. It usually falls in April and is a celebration of hope, prosperity and fresh beginnings. One of the most important traditions is the Vishu Kani, which means the first thing seen on Vishu morning. It's an arrangement of auspicious items like rice, fruits, flowers, coins, and a mirror. Place in front of Lord Krishna. In the morning, everyone wakes up to see his beautiful arrangements. It is believed that seeing the Vishu Gani first in the morning will bring good luck throughout the year. Elders also give Vishu Kainitam, which is money and blessings for the younger members of the family. Vishu is a time for wearing new clothes. It's a time to eat festive meals. It's a time to light fireworks. But most importantly, it's a time to spend time with your loved ones. We wish everyone here happiness, prosperity and peace. And to end it off, happy മറുപടിയോ നീ ഗോവയിലെത്തുമ്പോൾ കരിമുകിൽ പുണർന്നപ്പോൾ മറുപടിയോ നീ ഗോവർദ്ധനം പണ്ട്.
Lavanya, Angel, Lakshmi, and Eva. And the ladies who were there, I think they've all rushed off to the changing rooms. But this is the first time they've all come together on stage. There is Priya, Anu, Gitti. Are they coming? Okay. Yeah. This is their debut performance, so please give them a big hand. Yeah. Priya, Anu, Gitti, and Catherine. Thank you all. And if you're all interested, we are running regular classes in Bharatanatyam. You're all more than welcome. Age is no limit. Thank you. We are people who never danced in my life today. So all credits to Vidya ma'am for making this possible in about 4 weeks' time. Thank you. നമ്മൾ ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ തെറ്റിക്കും, പക്ഷെ they gave the best, one of the best. ലൈക്ക് ഞാൻ മൈക്ക് കൊടുക്കാം, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലൈക്ക് കുറെ ആൾക്കാർ പുതിയതുണ്ട് ഇവിടെ, അപ്പോ can you introduce yourself? Like, ഹായ്, എൻ്റെ പേര് രുക്മ. ഞാൻ ചിച്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഡാൻസ് കഴിഞ്ഞ് അളച്ചു നിൽക്കുമ്പോൾ കൊണ്ട് മൈക്ക് തന്നത് ശരിയായില്ല. എന്തായാലും ഇത് സഹിച്ചിരുന്നതിന് താങ്ക് യു. ഹാപ്പി വിഷു. thank you so much. Our wonderful fashion show.
മംഗളധനയിലെ മരുവായി അരങ്ങും മൃഗമദനയമായി മാറിയും മാരേരാരസാരേകം നീല കുളിരുലാവും നെയ്യാമ്പൽ പൂങ്കലമായി ചിന്തനങ്ങൾ കണ്ടുറക്കെ കാവലുണർന്നല്ലോ
I left the city.
അപ്പം നമ്മൾ കുറേ നേരത്തെ നല്ല നല്ല പരിപാടികൾക്ക് ശേഷം നല്ല സൂപ്പർ പാട്ടും ഡാൻസും ഫാഷൻ ഷോയും എല്ലാത്തിനും ശേഷം നമ്മൾ സദ്യ കഴിക്കുവാണ്. അപ്പോൾ സദ്യ ഒന്നൊന്നര സദ്യയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കറികളും പായസവുമായിരുന്നു. എന്നും കഴിച്ചതിൽ നിന്നും ഏറ്റവും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യവും നല്ലതായിരുന്നു, ഇതിനേക്കാളും നല്ലതായിരുന്നു ഈ പ്രാവശ്യം എന്നെനിക്ക് തോന്നി. അത്രയ്ക്കും രുചികരമായ സദ്യയായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കി തന്നത് നമുക്ക് ചിച്ചസ്റ്ററിലുള്ള സണ്ണിച്ചേട്ടനാണ്. താങ്ക് യു സണ്ണിച്ചേട്ടൻ. ആസ് യൂഷ്വൽ നമ്മുടെ ചോറിൻ്റെ മുകളിൽ പരിപ്പ്, പരിപ്പിന് മുകളിൽ നെയ്യ്, അവിയൽ, ക്യാബേജും ക്യാരറ്റും തോരന്, ഇഞ്ചിക്കറി, അച്ചാർ, പപ്പടം, പഴം, അങ്ങനെയൊക്കെയുള്ളതായിരുന്നു നമ്മുടെ സദ്യ. അപ്പോൾ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അച്ചാറും പായസം, സേമിയ പായസവും അടപ്രഥമനും ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നേ. അപ്പം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ചൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ വലിയ ഫോട്ടോയൊന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ഒത്തിരി പേര് നാട്ടിലൊക്കെ പോയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ആൾ കുറവായിരുന്നു എന്നെനിക്ക് തോന്നി. ബട്ട് എന്നാലും സാമാന്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇനിയിപ്പം അടുത്ത ബാക്കി പരിപാടികൾ ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് 10:30 മുതൽ 4:30 വരെയാണ് പ്രോഗ്രാം പറഞ്ഞിരുന്നത്. അപ്പം നല്ല ഒരു അടിപൊളി പരിപാടിയായിരുന്നു. ഇത്രയും പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്ത ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിന് താങ്ക് യു വെരി മച്ച്. ബിക്കോസ് ഒത്തിരി എഫേർട്ടുണ്ട്. കോളേജ് തുറന്നാൽ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ കുത്തി തുറന്നേ. കുത്തി തുറക്കുന്നേ, കോളേജ് തുറന്നില്ല പെൺകുട്ടികളെ കാണാൻ പറ്റൂ. എങ്കിലും നിന്നെ ഞാൻ സമ്മതിച്ചു ജോർജേ. നീ ഒരു പെണ്ണിനെ നോക്കിയാൽ മതി, അത് താനെ വളയും. പ്രേമെന്ന് വെച്ചാൽ ജോർജിന് വ്രതമാസം പോവും. വളയുന്നവരെ ജോർജ് പച്ചവെള്ളം കുടിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വായ്മൊക്കെ അയ്യോ സരോജൻ, ജോർജ് പാവമാ. അതെ അതെ, ഒതുങ്ങിക്കിടക്കുമ്പോ മാത്ത. നിൽക്ക്, എന്താ കുട്ടിയുടെ പേര്? ഏറക്ക. എന്നാ ഞങ്ങളൊന്ന് കടിച്ചു തിന്നോട്ടെ. നിന്നോക്ക് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സരോജൻ. നീ എന്റെ മുന്നിൽ ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി. റാങ്കിങ് ആയിരിക്കും, എന്നാലും കളിക്കാം. ഇന്നാ പിടിച്ചോ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. അടിപൊളി ഒരു പെണ്ണ്. നിൽക്കടി. സ്റ്റോപ്പ് പറഞ്ഞത് എന്താണ് എന്റെ പേര്? മല. ഇത്ര വളർന്നാ മതിയോ? ഇവളുടെ പേര് മല, ഇവളുടെ ചേച്ചിയുടെ പേര് അവൾ, അനിയത്തിന്റെ പേര് പുരീനായിരിക്കും. നീങ്ക എന്നാ പണ്ണീങ്ക? എന്തായാലും നീ എന്ത് പന്നിയാടാന്നാ അവള് ചോദിച്ചത്. എടാ, അവള് തമിഴാ പറയുന്നത്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഐ എം നോട്ട് എ സ്റ്റുഡന്റ്, ഐ എം ലെക്ചർ. എന്തായാലും എടാ, അവള് കച്ചറയാണാ പറയുന്നത്. എടാ, കച്ചറയല്ല, ലെക്ചർ എന്നാ പറഞ്ഞത്. എന്നാലും ജോർജ്, നിന്റെ മുമ്പിൽ അവള് വന്ന് പെട്ടല്ലോ. നിനക്ക് അവളെ കളിക്കാൻ പറ്റുവോടെ? പഞ്ചസാര തിന്നോണ്ട് ഉറുമ്പിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് മണത്തറിഞ്ഞ് തിന്നോളും. നീ അവളെ കെട്ടുന്ന ജോർജ്. മരം കൊത്തുന്നതേ കൊത്തി മുറിക്കാനല്ല. മരം കൊത്തി ഈ കോളേജിൽ എത്ര നല്ല മരമുണ്ടാ. ഈ സീമൊക്കൊന്ന് കൊത്തി നീ എന്തിനാണ് നാട്ടിക്കുന്നത്? എന്റെ പൊന്നളിയ, നിന്റെ അടുത്തല്ലോ
കണ്ടോ? നിങ്ങളുടെ മോളെ കണ്ടിരുന്നെങ്കിൽ ഈ ജോർജ് പണ്ടേ വിളിച്ചെന്നെ. എന്താ നിങ്ങളുടെ മോളുടെ പേര്? അറിയില്ല. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന? അറിയില്ല. എവിടെയാ വീട്? അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തറിയാം? എല്ലാ പെൺകുട്ടികളെയും ലിസ്റ്ററിയുന്ന ജോർജ് ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ പ്രേമിച്ച പെൺകുട്ടികളെ ഒക്കെ ഞാൻ വിളിക്കാം. അതിന് നിങ്ങളുടെ മകളെ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിച്ചോളാം. പാടി പാടി കണ്ടുപിടിച്ചോളാം. ഇതിലേതാ നിങ്ങളുടെ മോള്? ഇതാ എന്റെ മോള്. ഇത് തന്നെ ത്രികോണ നടത്താം. ഒരു കൈ വാർക്കം പഠിക്കാറ് സിഗരറ്റ് കുത്തുന്നത് കണ്ടോ? മോളെ ഒന്ന് പപ്പാന്ന് വിളിക്ക്. ഇല്ല വിളിക്കും മോളെ. ഒറ്റ തവണയെങ്കിലും പപ്പാന്ന് വിളിക്കും മോളെ. ഇല്ല വിളിക്കില്ല. സ്വന്തം പപ്പയല്ലേ, പപ്പാന്ന് വിളി. പപ്പാന്ന് വിളിച്ചാലേ എന്റെ ലിപ്സ്റ്റിക് പോകും. വസന്തം വരവായി. നിന്നെ നോക്ക് മോഹൻലാല് വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. മോഹൻലാലോ? അതെന്തിന്? പുള്ളിക്കാരന്റെ മോളെ കാണുന്നില്ല, ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഡയറക്ടർ ശാലു ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഇത് ഏത് വലിയ പ്രോഗ്രാം ആയാലും ഏത് ചെറിയ പ്രോഗ്രാം ആണെങ്കിലും അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് വളരെ വലുതാണ്. അതിന് പുറകില് പേരൻസിന്റെ സപ്പോർട്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴൊക്കെ പ്രാക്ടീസിന് വിളിച്ചാലും അവരൊരു മടിയും കൂടാതെ എൻ്റെ വീട്ടിൽ അവരെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നാക്കി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് ഈ പിള്ളേർ ഇവിടെ സ്റ്റേജിൽ അത് പെർഫോം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ഓരോ കുഞ്ഞുങ്ങളെയും സ്റ്റേജിലേക്ക് അവർ ഡയലോഗ്സ് ഒക്കെ എഴുതി കാണാതെ പഠിച്ച് ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് കറക്റ്റ് ലിപ്സിംഗിലൊക്കെയാണ് അവർ ചെയ്തത്. അപ്പോൾ അവർക്കൊരു വലിയ ബിഗ് ക്ലാപ്പ് പ്ലീസ് എവരിബഡി. താങ്ക് യു സോ മച്ച്. പ്രജ്വൽ പ്രകാശ്, ആർണവ് മണികണ്ഠൻ, സിദ്ധാർത്ഥ് നാരായൺ, കൃഷവ് ബിനിൽ, ആരാധ്യ മനോജ് പിള്ളൈ, ഇട്ടേ ശങ്കരി, ഋതു ബിനിൽ, ദീക്ഷിത പ്രതീഷ് ആൻഡ് ദക്ഷ വൈശാഖ്. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെയുള്ള സ്കിറ്റുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുവരെ സ്റ്റേജിൽ വരാത്ത കുട്ടികൾ അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ദയവായിട്ട് അറിയിക്കുക. നമ്മൾ അവരെയൊക്കെ സ്റ്റേജിൽ കയറ്റി നല്ല നല്ല പുതിയ പ്രോഗ്രാംസ് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ആ
വിഷു പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്നത്തേതുപോലെ ഏറ്റവും ഭംഗിയായി മംഗളമായി അവസാനിക്കാൻ പോവാണ്. അപ്പം സമാജത്തിലെ ഓരോ അംഗങ്ങളോടും ഞങ്ങൾ സമാജം കമ്മിറ്റിയുടെ പേരിൽ
നന്ദി അറിയിക്കുകയാണ്. നിങ്ങളാണ് ഇന്നത്തെ പരിപാടി വിജയിപ്പിച്ചത്. തുടക്കം മുതൽ അവസാനം വരെ ഈ പ്രോഗ്രാമുകൾ ഓരോന്നും കണ്ട് ആസ്വദിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെല്ലാവരെയും അത്രയും സന്തോഷത്തിൽ എത്തിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ചെറുതും വലുതുമായിട്ട് ഒത്തിരി പ്രോഗ്രാമുകൾ ഇന്ന് ഈ സ്റ്റേജിൽ അരങ്ങേറി. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും, കൊച്ചു മക്കളോട്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ അവരുടെ മാതാപിതാക്കളോട്, അവരെ ട്രെയിൻ ചെയ്യിച്ചെടുത്ത ട്രെയിനേഴ്സിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഫുൾ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രീഡം സർക്കിൾ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് ആണ്. മോർഗേജുമായിട്ടോ ഇൻഷുറൻസുമായിട്ടോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റർ മനോജിനെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഫുഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചിച്ചസ്റ്റർ മിസ്റ്റർ സുനിലാണ്. അവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ സമാജത്തിലെ പല കുടുംബാംഗങ്ങളും പല സാഹചര്യങ്ങളാൽ നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ആബ്സൻസ് ഇന്ന് നമുക്ക് ഒരുപാട് അറിയാൻ സാധിച്ചു. അപ്പം അവരെയൊക്കെ ഈ നിമിഷം നമ്മൾ ഓർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം, ഇന്നത്തെ വിഷു പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നിലും പുറകിലുമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, എല്ലാ കോർ കമ്മിറ്റി മെമ്പേഴ്സിനോടും, എല്ലാ സമാജത്തിലെ എല്ലാ അംഗങ്ങളോടും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇനി വരുന്ന സമാജത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ഇതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു ഐക്യം മുന്നോട്ട് കൊണ്ടുവരികയും നമ്മുടെ 6 കുടുംബം എന്നുള്ളത് 80ലേക്ക് എത്തിച്ചേർന്നു. അതിനെ നമുക്കൊരു 100-ൽ അല്ലെ ഒരു 200-ൽ ഒരു 500-ലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ വിഷു അടിപൊളിയാക്കിയതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. പല പ്രശ്നങ്ങളും ബിസിയൊക്കെ ഉണ്ടായിട്ടും എല്ലാവരും ഇവിടെ തക്ക സമയത്ത് എത്തിച്ചേരുവാനും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അവരുടേതായിട്ടുള്ള ഇൻപുട്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ പരിപാടി ഇത്രയും സക്സസ്ഫുൾ ആക്കിയത്. ആങ്കറിങ് ചെയ്തവർ, റിഫ്രഷ്മെന്റ് കമ്മിറ്റി, അങ്ങനെ നമ്മുടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ, എല്ലാവരെയും നമ്മൾ ഈ നിമിഷം ഓർക്കുകയാണ്. അപ്പം എല്ലാവരെയും ജഗദീശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഒരു വിഷു ആഘോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ 5 മണിക്കാണ് നമ്മുടെ ഹോളിന്റെ കീ കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവരും സഹകരിച്ച് ഈ ഹോൾ എങ്ങനെ നമുക്ക് കിട്ടിയോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് പ്രോഗ്രാമിന് നമുക്ക് ഈ ഹോള് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സമാജം കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇത് തെരഞ്ഞെടുക്കാനായിട്ട് ഈ ഹാളിലുള്ള ഏറ്റവും ഒരു ചെറിയൊരു കുട്ടി, ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയെ നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. യെസ്, മോൾ എടുക്കുന്നതായിരിക്കും ഫസ്റ്റ് പ്രൈസ്. ആരായിരിക്കും വിജയ്? കമോൺ. ആരാണത്? ഇതിന്റെ ഭാരവാഹിയായ പ്രതീക് തന്നെ പറയും. 444 ഫസ്റ്റ് പ്രൈസ് എന്താണ്? 5 പേർക്കുള്ള ഒരു വിഷു സദ്യ കിറ്റാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. നാളെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് പ്രൈസ് ഡൈജഷൻ 5 പേർക്കുള്ള വിഷു സദ്യ കിറ്റ്. നോട്ടെടുക്കലാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരു കൈയടി കൊടുക്കും. അങ്ങനെ അന്നത്തെ ദിവസം നല്ല സന്തോഷത്തോടു കൂടി കടന്നുപോയി. നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. നമുക്ക് മനസ്സിന് കുളിർമയും, എന്നാൽ ഇത്രയും സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ചിരിക്കാനും, അതുപോലെ വയറ് നിറച്ച് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനും, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കൊന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും അവരോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു വേദിയായിട്ട് മാത്രം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മാറും. അതായത്
നമ്മുടെ ലൈഫ് ഭയങ്കര ബിസിയാണ്. നമ്മൾ വീട്, കുട്ടികൾ, പിന്നെ ഡ്യൂട്ടി, ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് ഒന്ന് റിലാക്സ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സമയമുള്ളപ്പോഴൊക്കെ ഒന്ന് പോകുക, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. കാരണം നമ്മൾ നാടും വീടും എല്ലാം വിട്ട് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും കഴിയണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ കൂടി ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തെ വിഷുവിന് വേണ്ടി കാത്തിരുന്നിട്ട് നമുക്ക് ഈ നല്ല ദിവസം ഇത്രയും മനോഹരമാക്കിയ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടെ ഭരതനാട്യം പഠിപ്പിക്കുന്ന വിദ്യ ടീച്ചർ എത്ര നന്നായിട്ടാണ് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ അരങ്ങേറ്റം നടത്തി. അതുപോലെ ഷാലു നല്ല എഫേർട്ടാണ് കുഞ്ഞു കുട്ടികളെ എന്താ പറയുക സ്കിറ്റ് ചെയ്യിപ്പിക്കാൻ. അവർ ആ എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തു, ലിപ്സിങ്ങൊക്കെ ചെയ്തു, അത്ര നന്നായിട്ട് ചെയ്തു. അതുപോലെ ലക്ഷ്മി ആണ് ഫാഷൻ ഷോയുടെ കോർഡിനേഷൻ ചെയ്തത്. അതുപോലെ ഡാൻസ് പഠിപ്പിച്ച മറ്റുള്ള ആൾക്കാർ, അതുപോലെ കുട്ടികളുടെ പേരൻസ്, അതുപോലെ എല്ലാവർക്കും എന്താ പറയുക ഒത്തിരി താങ്ക്സ്. ഞാൻ ശരിക്കും എല്ലാ പരിപാടികളും എൻജോയ് ചെയ്തു. മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടും വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ മറക്കാൻ പറ്റി. ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ടേക്ക് കെയർ. വിൽ സീ യു നെക്സ്റ്റ് ടൈം.